ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഷാർജയിൽ നിന്ന് കുറച്ച് പ്രവാസികളാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങളിലായി മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട്. പ്രമുഖ നടനും പ്രമുഖ നടിയും ഉൾപ്പെട്ട ഒരു കേസ്. അത് സത്യമാണോ കള്ളാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേങ്കിൽ ഇത് ഒരുപാട് ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിൽ വളരെ അത്യാവശ്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട കുറച്ച് സബ്ജക്റ്റ് ഈ മാധ്യമ സുഹൃത്തുക്കൾ അത് മനഃപൂർവ്വം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പാവപ്പെട്ട വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്ത് പഠിച്ച് സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കൂട്ടം നേഴ്സുമാര് അവരിപ്പം തിരുവനന്തപുരത്ത് നിരാഹാരം ഇരിക്കാൻ പോവാണ്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ പ്രമുഖ നടൻ പ്രമുഖ നടി അതിനെക്കുറിച്ചും പിന്നെ പ്രമുഖ നടന്റെ ചോദ്യം ചെയ്യലിനെ കുറിച്ചും അതൊന്നും മലയാളികൾക്ക് വലിയ അറിയേണ്ട കാര്യങ്ങളൊന്നും അല്ല. ഈ സിനിമാക്കാരെ കുറിച്ച് നമുക്ക് ഫിലിം ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇഷ്ടമില്ലാതെ പടം പോയി കാണും, അത് ഞങ്ങൾ ഇഷ്ടം. അല്ലാണ്ട് ഞങ്ങൾക്ക് അവരെ പുറകെ നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവരെ വാർത്തകൾ കേൾക്കേണ്ട ആവശ്യം കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മലയാളികൾക്കും ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു മാർക്കറ്റിംഗ് ഉണ്ടാവും. നേഴ്സുമാർ സമരം നിങ്ങൾക്ക് ഒരുപക്ഷെ ചർച്ച ചെയ്താല് നിങ്ങൾക്ക് ആൾക്കാർ അത് കാണാൻ ഏറ്റവും കൂടുതൽ ചിലപ്പം ഉണ്ടാവില്ല. കുറച്ച് പീഡനവും പിന്നെന്താണ് പ്രമുഖ ആൾക്കാരൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാനും അത് എന്താ പറയാ അതിന്റെ ടൈം കണ്ടെത്താനും കുറെ ആൾക്കാരുണ്ടാവും. ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ ന്യൂസ് അവർ പോലത്തെ പരിപാടി കാണുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നല്ല കൂതറ സീരിയൽ കാണുന്നതാണ്. അതിന് നിങ്ങളെ ന്യൂസ് അവറിനേക്കാളും എത്രയോ മായത ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ നിങ്ങളെ കുറച്ചു ദിവസങ്ങളിലെ പെർഫോമൻസ് കൊണ്ട് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന എല്ലാ ജനങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും തോന്നുക. നിങ്ങൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. ഇത് ചർച്ച ചെയ്യുന്നതിന്റെ കൂട്ടത്തില് പാവപ്പെട്ട കുറെ ആൾക്കാരുടെ പല പ്രശ്നങ്ങളും മറച്ചു വെക്കുന്നുണ്ട്. മറച്ചു വെക്കുന്ന വെച്ചാല് ഇതൊക്കെ പുറത്തു വരുന്ന മാധ്യമങ്ങൾ കൂടി മാത്രമാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കാതെ ഈ പ്രമുഖ നടന്റെയും നടിയുടെയും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് ഒരുപാട് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അവിടെ ഒളിഞ്ഞു കിടക്കുവാണ്. അതിന്റെ ഇടയ്ക്ക് മമ്മൂട്ടി ചിരിച്ചില്ല, മോഹൻലാൽ ചിരിച്ചില്ല. മോഹൻലാലും മമ്മൂട്ടി ചിരിച്ചു പോലും ചിരിച്ചില്ല പോലും. മലയാളികൾക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല, അല്ലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല. പിന്നെ അതേപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരിതാണ്, നിങ്ങൾ കുറച്ച് മാധ്യമ അവതാരകരുണ്ട്. നികേഷ് കുമാർ, സനീഷ്, പിന്നെ വേണു, വിനു. നിങ്ങളൊക്കെ വിചാരം എന്താ? നിങ്ങൾ ആര് ജഡ്ജ് ചെയ്യാൻ ഇവിടെ ഏൽപ്പിച്ചു? നിങ്ങൾ വലിയ ന്യൂസ് റൂമിൽ ഇരുന്നിട്ട് കുറെ ആളെ വിളിച്ച് അവിടെ ഇരുത്തും. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും കള്ളനാര് അല്ലെങ്കിൽ ചെയ്യിച്ചതാര്. അതൊക്കെ ഇവിടെ കോടതി നിയമമുണ്ട്. നിങ്ങൾക്ക് നാണമില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? ഇപ്പൊ ഈ പറയുന്ന ആൾക്കാരൊന്നും ഈ തെറ്റ് ചെയ്തിട്ടില്ല. അവര് പുറത്തു വന്നതിന് നിങ്ങൾ എത്ര പേര് ഇതേപോലെ ന്യൂസ് അവർ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ചർച്ച വെച്ചിട്ട് ഈ നിരപരാധി ആളെ കുറിച്ച് ചർച്ച ചെയ്യും? നിങ്ങളൊരു കോപ്പും ചെയ്യില്ല. നിങ്ങളെപ്പോഴും നിങ്ങളെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം, നിങ്ങൾ ഏതെങ്കിലും മുതലാളിമാരിൽ നിന്ന് പൈസ മേടിച്ച ഒരു ഉടുപ്പും ഇല്ലാതെ അതൊക്കെ പോട്ടെ. നിങ്ങൾ ഏതെങ്കിലും ഇപ്പൊ ഈ പറയുന്ന മാതൃഭൂമിയുടെയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെയോ മനോരമയുടെയോ ഈ പറയുന്ന ചാനലുകാരെ മുതലാളിമാരെല്ലാം ഓണേഴ്സായിട്ട് വരുന്ന അവരാരെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യോ? നിങ്ങൾ ചെയ്യില്ലല്ലോ. നിങ്ങൾ വലിയ ഇന്ന് കണ്ടു നമ്മളെ മാതൃഭൂമിയിലെ വേണു നല്ല പേര് ഒരു 6 ചോദ്യങ്ങളായിട്ട് തന്നെ ആരാടെ ഏൽപ്പിച്ച് ഇതൊക്കെ പറയാം. തനിക്കൊന്നും നാണമില്ല. താൻ നിന്നെ വരെ ഏതെങ്കിലും സാധാരണക്കാരുടെ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടോ? നിങ്ങളെ വെറുതെ ഒന്നല്ല വക്കീലന്മാരൊക്കെ ഓടിച്ചിട്ട് തല്ലിയത്. ആ തല്ലുന്ന ടൈമിൽ നിങ്ങളോടത്തിൽ ആരും നിന്നില്ല. ഒരു മലയാളി പോലും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് മാധ്യമ നിരീക്ഷകർ എന്നൊക്കെ പറഞ്ഞാൽ മാധ്യമ നിരീക്ഷകരിലെ രാഷ്ട്രീയ നിരീക്ഷകർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഫക്രുദ്ദീൻ അലി, പിന്നെ പിയേഴ്സ്, ഇവരെ പോലത്തെ കുറച്ചെണ്ണത്തിനെ വിളിച്ചിരുത്തും. നിങ്ങൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആൾക്കാർ. എന്നിട്ട് അവരെ കൊണ്ട് നിങ്ങൾ ആദ്യം ഒരു തിരക്കഥ പോലെ കുറെ പാർട്ടിക്കാരെ കുറ്റം പറയും, കുറെ നാട്ടിൽ നല്ല ഇമേജുള്ള ആൾക്കാരെ കുറ്റം പറയും. അവര് നിന്നേ വരെ നാട്ടുകാർക്ക് ഒരു ഉപകാരം പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഈ പിയേഴ്സനും അഡ്വക്കേറ്റ് ജയശങ്കർക്ക് വായു തുറന്ന തെറി മാത്രമേ പറയൂ. ഇയാളൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ ചർച്ച നടത്തുന്നത് നിങ്ങളാണോ? ഈ കേരളത്തിലെ ജനങ്ങളെ നന്നാക്കാനാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ മറ്റേതാ മറിച്ചതെന്ന് പറയും. നിങ്ങൾക്ക് നാണില്ല മനുഷ്യന്മാരെ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ? ഏറ്റവും നല്ല അതല്ലേ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഈ പ്രമുഖ നടന്ന നടിയുടെ പുറകെ പോകുമ്പോ പാവങ്ങളെ പ്രശ്നങ്ങളും ഒന്ന് പരിഹരിക്കും. ആ നേഴ്സുമാരെ സമരമൊക്കെ ഒന്ന് കാണും. പാവങ്ങള് തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാർ മീഡിയത്തിൽ കണ്ടിന്യൂ നിങ്ങളെ ഫിലിമിന്റെ ഇതാണ് വരുന്നോണ്ടിരിക്കുന്നത്. സാധാരണക്കായ ഒരു ചേർക്കുന്ന വാർത്ത നിങ്ങൾ കൊടുത്തില്ലേ? നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ വലിയ നിങ്ങള് വലിയ സ്ത്രീ സുരക്ഷയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളിപ്പോ ഈ സ്ത്രീ സുരക്ഷ പറയുന്നത് തന്നെ നിങ്ങള് കേരളത്തിലെ സ്ത്രീകളുടെ സ്നേഹം കൊണ്ടൊന്നും അല്ല. നിങ്ങൾക്കിപ്പോ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് ബിസിനസ് കൊഴുപ്പിക്കണം. നിങ്ങൾ കുറച്ച് ചാനലുകാരുണ്ട് അവർക്ക്. അല്ലാണ്ട് കേരളത്തിലുള്ള സ്ത്രീകളോടുള്ള ഒരു സ്നേഹം കൊണ്ടുമല്ല. നാളെ